പറയുന്നത് പാപഭാരവുമായിട്ടാണ്. ആ പാപഭാരം ഞാൻ എങ്ങനെയാണ് ഇറക്കി വെക്കേണ്ടത്? ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 80% ആൾക്കാർക്കും രോഗത്തിൽ നിന്നും, കഠിന വേദനയിൽ നിന്നും, ഒറ്റപ്പെടലിൽ നിന്നും ഒക്കെ ഒത്തിരി വിടുതൽ കിട്ടുമെന്നാണ് ദൈവത്തിന്റെ സന്ദേശം ഇന്ന് നൽകുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അകൃത്യഭാരം ചുമക്കും ജനം. നമ്മൾ ആകാശമേ കേൾക്ക എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് മനുഷ്യമക്കളെ ചുമന്നുകൊണ്ട് നടക്കുക. അത് രോഗമായി, തകർച്ചയായി, നിരാശയായി, ആത്മഹത്യയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ. ദൈവവിശ്വാസം ലേശം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമുക്ക് ഒന്ന് യാത്ര തുടങ്ങാം. 4 വരി ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഗാനം ആലപിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തനം 62:5 ഇപ്രകാരം പറയുകയാണ്: പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, നമ്മള് ഗാനം ആലപിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ. അവരെ നല്ലവരായാലും നീതിമാനായാലും പാപികളുടെ ആണെങ്കിലും ദൈവം തമ്പുരാൻ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പാപികളും അല്ലെങ്കിൽ ദുഷ്ടന്മാരെപ്പോഴും ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത്? പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കണം. അപ്പൊ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറഞ്ഞാൽ കൃപ രക്ഷയിൽ നിന്ന് രക്ഷയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, കാരണം വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം അതാരും നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദാനമായ ഈ കൃപ നമുക്ക് ലഭിക്കുമ്പോഴേ അത് പാപത്തിൽ ഇരിക്കുന്നവർക്കാണ് ദൈവകൃപ ലഭിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാപം ഉള്ളപ്പോൾ ദൈവകൃപ അതിലേറെ നൽകുന്നു എന്ന് റോമ 5-ാം അധ്യായം 20-ാമത്തെ വചനം പറയുന്നുണ്ട്. കാര്യം ആ പാപഭാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ ഒരുക്കി തരുന്ന ആ ദൈവത്തിന്റെ ദാനമായ കൃപ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നാം ഓരോരുത്തരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്ന് എന്ന് പറയുമ്പോൾ, ഞാനും യേശു ക്രിസ്തുവുമായിട്ട് നല്ല ഒരു ഐക്യമുണ്ടെങ്കിൽ അവന്റെ പൂർണ്ണതയിൽ നിന്ന്, യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ ഞാൻ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പാപഭാരം നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴും കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു ഭാരം, ഏതെങ്കിലും ഒരു ദുഃഖം, ഏതെങ്കിലും ഒരു രോഗം, ഏതെങ്കിലും ഒരു നിയോഗം, എന്തെങ്കിലും ഇല്ലാതെ ദൈവസന്നിധിയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നില്ല. കാര്യം അത്രമാത്രം പ്രശ്നങ്ങളാൽ നീറിപ്പോകേണ്ട മനസ്സുമായി, ഭാരമേറിയ ജീവിതമായി, നമുക്കറിയാം പാപമേറിയ ജീവിതമായിട്ട് ഇന്ന് മനുഷ്യൻ കടന്നു വരുമ്പോൾ ആ അവസ്ഥയെ മാനിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ കരുണ തോന്നി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമാണ് സൗഖ്യങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ. കാര്യം തമ്പുരാനല്ല നമ്മളെ ശിക്ഷിച്ചത്. എന്നിട്ടും ദൈവം തമ്പുരാൻ പറയുന്നു, നിനക്ക് ഞാൻ കൃപ നൽകുന്നു. അത് നീ നേടിയെടുത്തതല്ല, വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ച് കൃപ നൽകുമ്പോൾ ആ കൃപയ്ക്ക് മേൽ കൃപ നമ്മളെ വരുത്തണ്ടേ. നമ്മളെ ആ കൃപ ദുരുപയോഗിച്ചുകൊണ്ട് പാപത്തിന്മേൽ പാപത്തിന്റെ നമ്മൾ തിരിയുമ്പോൾ, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് തിരിയുമ്പോൾ പാപഭാരമായിട്ട് നമുക്ക് വരിക, അതൊരു ഭാരമായിട്ട് നമുക്ക് വരിക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഇപ്രകാരം നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്:
ഇതെല്ലാം അകറ്റിക്കളയണം. അതെങ്ങനെ അകറ്റിക്കളയും? എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനം 1-ഉം 2-ഉം തിരുവചനം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തെല്ലാം നമുക്ക് മാറ്റണം? പാപഭാരം എന്ന് പറയുമ്പോൾ നമുക്ക് രോഗം ഭാരമാണ്, കടബാധ്യത ഭാരമാണ്. ഇതെല്ലാം നമ്മൾ വരുത്തി കൂട്ടിയതാ. നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാ നമ്മൾ ചെയ്തു കൂട്ടുന്നതെല്ലാം പാപമാണ്. അത് ഭാരമായിട്ട് നമുക്ക് വരുന്നത്. കടബാധ്യത ഒരു ഭാരമാണ്, മക്കള് വളർന്നു വരുമ്പോ ഒരു ഭാരമാണ്, പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ഒരു ഭാരമാണ്. അപ്പൊ അതിന്റെ പിന്നിലെ രഹസ്യം പാപമാണ്. അപ്പം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നത് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് തന്നെ പോവുകയാ. അതുകൊണ്ടാണ് പാപം വർദ്ധിച്ച് നിയമം രംഗപ്രവേശനം പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. പാപം വർദ്ധിച്ചിട്ട് ദൈവകൃപ അതിലേറെ നൽകിയെന്ന് റോമ 5:20 നമ്മൾ വായിക്കുന്നുണ്ട്. റോമ 5:20 നമ്മൾ വായിക്കുന്നുണ്ട്. കൃപയ്ക്കുമേൽ കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമം രംഗപ്രവേശനം ചെയ്തു, പാപം വർദ്ധിപ്പിച്ചു. അതിനേക്കാൾ കൃപ അതിലേറെ വർദ്ധിച്ചെന്നാണ് റോമ 5:20 പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:16 നമ്മൾ പറയത്തില്ല, കൃപയ്ക്ക് മേൽ കൃപ. നമ്മള് എടുക്കേണ്ടവരെ നമ്മൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുമ്പോൾ ഭാരം, എന്നിട്ട് ആ ഭാരം വഹിച്ചുകൊണ്ട കർത്താവ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്. എബ്രായർ 12-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം വചനം പറയുന്നു, നമുക്ക് ചുറ്റിനും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. പക്ഷേ ഒറ്റ കുഞ്ഞുങ്ങൾ അത് നീക്കുന്നില്ല. കാരണം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിര ഉത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കണം. ഇതിനെന്ത് ചെയ്യണം? യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം. വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്ന, അതാണ് അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നമ്മളെ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ആ യേശു ക്രിസ്തുവിനെ മുന്നിൽ കാണണം. കാര്യം വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ മുമ്പിൽ എടുത്തിടും. പിന്നെ നമുക്ക് മുന്നോട്ടൊരു ജീവിതമില്ല. അതിനെല്ലാം പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തോടു കൂടി അതിനെ പൂർണ്ണതയിൽ എത്തിച്ചു തരാൻ, അത് രോഗസൗഖ്യങ്ങളാണെങ്കിലും പൂർണ്ണതയിൽ എത്തിച്ചു തരാൻ, കടബാധ്യത പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ, രോഗം മാറിക്കിട്ടാൻ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ, അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്ന യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെയൊക്കെ ഓരോ ജീവിതങ്ങൾ പോകാൻ. പക്ഷെ നമ്മളാരും ഇത് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭാരവും പാവവും നമുക്ക് മാറ്റണം. ഈ ആകൃത്യഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ജനമാണ് നമ്മളെ. അതുകൊണ്ട് എസെക്കിയേൽ 4-ാം അധ്യായം 4 മുതൽ 6 വരെ പറയുന്നുണ്ട്. എസെക്കിയേലിൽ എഴുതിയേക്കുന്ന പുസ്തകത്തില് 4-ാം അധ്യായത്തില് 4 മുതൽ 6 വരെ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് ഈ പാപഭാരം ഏറിക്കൊണ്ട് കിടക്കുമ്പോൾ നമ്മളെ ദൈവവിളി കുറയും. അതുപോലെ തന്നെ പ്രാർത്ഥനയില്ല, വിശ്വാസം ത്യജിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയില് എസെക്കിയേല് 4-ാം അധ്യായത്തില് 4 മുതൽ 6, 7 വരെ ഒക്കെ വായിക്കുമ്പോൾ അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്, നീ ഇടതുവശം ചരിഞ്ഞു കിടക്കുക, ഇസ്രായേൽ ഭവനത്തിന്റെ സകല പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും. അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ കടന്നു വരുമ്പോ നമ്മുടെ ടീമാങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ അവരുടെ പാപവും ഭാരവും എല്ലാം ആ പ്രാർത്ഥിക്കുന്നവരെ ഏറ്റെടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ കാട്ടിക്കൂട്ടിയ പാപത്തിന്റെ അകൃത്യത്തിന്റെ ഒക്കെ ഭാരങ്ങള് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ ഭാരം ഏറ്റെടുക്കുന്നവരാണ് ഈ ടീമിലെ ഓരോ വ്യക്തികളും. ശരി, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഇല്ലെങ്കിൽ അപ്പൊ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാരം ഞങ്ങളിലേക്കാണ് വരുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് ആ ഭാരം തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതും വരെ ഞങ്ങളിൽ നിന്ന് ഈ ഭാരം പോകത്തില്ല. കാരണം നിങ്ങൾ കാട്ടിക്കൂട്ടിയ പാപവും ഭാരവും നീക്കിക്കളയുന്നത് യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോഴേ പരിപൂർണമായിട്ട് അതെല്ലാം ഞങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. പലർക്കും അത് അറിഞ്ഞുകൂടാ. കാരണം യേശു ക്രിസ്തുവിനെ സഭയ്ക്ക് വേണ്ടി സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ നികത്തുന്നത് എങ്ങനെയാണെന്നറിയോ? യേശു പാപമില്ലായിരുന്നിട്ടും യേശു പാപം ഏറ്റെടുത്തതുപോലെ ഞാനും
ലീഡേഴ്സ് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപവും ഭാരവും ഏറ്റെടുത്തുകൊണ്ട് എന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഞാനത് നികത്തുവാന്ന് കൊളോസ്യസ്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ. യേശുക്രിസ്തുവിന് സഭയാകുന്ന തന്റെ ശരീരത്തിന് വേണ്ടി യേശുക്രിസ്തുവിന് അനുഭവിക്കേണ്ടുന്ന പീഡകളുടെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ നികത്തുന്നു. പ്രിയമുള്ളവരെ, ഓരോ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്ന, ഓരോ ധ്യാനത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരെ, ആ കടന്നു വരുന്ന മക്കളുടെ പാപവും ഭാരവും എല്ലാം, ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഏറ്റെടുത്തിട്ട് പ്രാർത്ഥിക്കുക. ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പേരായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ എല്ലാം ഏറ്റെടുത്ത് ഭാരവും പാപവും ഏറ്റെടുത്ത് ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ അവിടെ മോചനം കിട്ടുക, വിടുതൽ കിട്ടുക. അതുകൊണ്ടാണ് അത് പ്രിയമുള്ളവരെ ഇവിടെ പറയുന്നത്. അത് എസെക്കിയേലിന്റെ 4-5-ാമത്തെ വചനം പറയുന്നത്, ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ്. അപ്പൊ അത്രമാത്രം പീഡനങ്ങളാണ് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ലീഡേഴ്സ് അനുഭവിക്കുന്നത്. നിനക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ, അവൻ ചെയ്ത ദുഷ്ടതയുടെ അല്ല, അവരുടെ ദുഷ്ടതയുടെ 390 ദിവസം ഇസ്രായേൽ ഭവനത്തിന്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം. അത് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ടാണ് മിക്ക ധ്യാനഗുരുക്കന്മാരും രോഗികളായിട്ട് മാറുന്ന അവസാനം. നമുക്കറിയാം, ഓരോ ധ്യാനഗുരുക്കന്മാരെയും അടുത്തോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പല വിധത്തിലുള്ള രോഗത്താല് പല വിധത്തിലുള്ള പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുക. കാരണം അനേകരുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്ത് വിട്ടവരാ. ചിലവും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ അത് അവരെ വേട്ടയാടും. അതുകൊണ്ടാണ് സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായത്തില് അവിടെ പറയുന്നത്, 23-ാം അധ്യായത്തില് നമുക്കറിയാം 32-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ. എന്താ അവിടെ പറയുന്നത്? വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ പാപം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് പരിപൂർണമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. തമ്പുരാന്റെ കാര്യങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് സംഖ്യയുടെ പുസ്തകം 32-ന്റെ 23 പറയുന്നു. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, സംഖ്യ 32:23, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നീ പാപം ചെയ്തു, നിന്റെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെ ചെയ്യണം? പശ്ചാത്തപിച്ച് ദൈവസന്നിധി തിരിച്ചു വരുന്നില്ലെങ്കിൽ, പാപം ചെയ്തിട്ട് പാപത്തിന്മേൽ പാപം ചെയ്യുമ്പോൾ ആ പാപഭാരവുമായിട്ട് നടക്കുമ്പോൾ ആ ഭാരം നിന്നെ വേട്ടയാടുന്നതാണ്. നിന്റെ കടബാധ്യതകളെ, നിന്റെ ദുഃഖങ്ങളെ, നിന്റെ രോഗങ്ങളെ. പാപഭാരം കൂടുമ്പോൾ അത് നിന്നെ വേട്ടയാടുന്നതാണ്, രോഗമായിട്ട് മാറുന്നത്. തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന അതാണ്. അതുകൊണ്ട് പാപഭാരം നിന്നെ വേട്ടയാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ദുഷ്ടതകൾക്ക് വേണ്ടി ഞങ്ങളെ പരമേൽപ്പിച്ചേക്കുന്ന ഈ സത്യം അതാണ് കൊളോസ്യസ്കാർക്ക് എഴുതിയ ലേഖനം വാക്യം 1-ന്റെ 25 പറയുന്നുണ്ട്. ഞങ്ങളെ പരമേൽപ്പിച്ചേക്കുന്ന സഭയിലെ ശുശ്രൂഷകരായിരിക്കുന്ന അതുകൊണ്ടാണ്. ആ പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാത്രിയും പകലും പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് മോചനം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചേ, ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ധ്യാനം കൂടാനോ ദൈവസന്നിധി ഒന്ന് വരാൻ പറഞ്ഞാൽ അവർക്ക് സമയമില്ല. ഇത്രയും പാപഭാരം കയറിക്കൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ആഞ്ഞടിച്ചിട്ടും ദൈവസന്നിധി വരാൻ അവർക്ക് ഇല്ല. അതിനെ നിഷേധിക്കും. പക്ഷെ ബ്രദർ പ്രാർത്ഥിച്ചേ. അത് ബ്രദർ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്നത്? ആ ധ്യാനത്തിൽ പങ്കുചേരാൻ വരുന്നവർക്ക്. ആ ധ്യാനത്തിൽ പങ്കുചേരുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കും. അവർക്ക് കാലവിളംബരം വരുത്തത്തില്ല, കാലതാമസം വരുത്തത്തില്ല. പെട്ടെന്ന് അവർക്ക് കാര്യം സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കടന്നു വരുമ്പോൾ പാപഭാരമായിട്ടാണ്. ആ ഭാരം ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് കുമ്പസാരക്കൂട്, കൺഫെഷൻ. കുമ്പസാരിച്ചിട്ട് പാപം ഇറക്കി വെക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കുമ്പസാരത്തിൽ പോലും പാപഭാരം ഇറക്കത്തില്ല. ഇറക്കി വെച്ചാലോ വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കേണ്ടിയ നമ്മള് കൃപ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് ദൈവസന്നിധിയില് പരിപൂർണമായിട്ട് പാപത്തിന്മേൽ പാപം വർദ്ധിപ്പിക്കാതെ കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിപ്പിച്ചാൽ രക്ഷയിൽ നിന്ന് രക്ഷയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ രക്ഷ ലഭിച്ചിട്ടും വീണ്ടും നമ്മൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുന്നത് കൊണ്ട് ആ പാപഭാരം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. രോഗമായി, ദുഃഖമായി, ദുരിതമായി ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ.
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബ്രദറെ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റു കഴിയുമ്പോൾ നിങ്ങൾ ആ പാപഭാരം ആ മകനിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആ മകൻ ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ വ്യക്തി അനുഭവിക്കുന്ന വേദനകളും ആ വ്യക്തി എടുക്കുന്ന സമയങ്ങളും എത്രമാത്രം ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലാണ് ഇതെല്ലാം മോചനം കിട്ടുന്നത്? 1-2 പേരുമാണ് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1-2 പേരാണ് ധ്യാനത്തിന് പങ്കുചേരുന്നത്. എത്ര മക്കളാ ധ്യാനത്തിൽ പങ്കുചേരുന്നത്? അവരുടെ എല്ലാം പ്രാർത്ഥനകള് അത് കഴിഞ്ഞ മാസം കൂടിയവരുടെ മാത്രമല്ല, ഞങ്ങളിൽ കൂടി വചനം കേട്ടവർക്കെല്ലാം. അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. അവന്റെ വചനം കേട്ടവരെല്ലാം വിശുദ്ധീകരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത് സഹനത്തിൽ കൂടിയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ നദി പോലെ ഒഴുകും. പക്ഷെ അത് ചെയ്യാതെ വരുന്നതും കൊണ്ടാണ് അകൃത്യഭാരം വീണ്ടും കൂടുക. അതുകൊണ്ടാണ് ഇവിടെ അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. വഷളായിട്ട് നടക്കുക, ദൈവം ആരെന്ന് അറിയുന്നില്ല. ദൈവത്തെ അറിയാവുന്നിടത്തോളം എല്ലാം അറിയാം, പക്ഷെ ദൈവത്തെ ദൈവമായിട്ട് മഹത്വപ്പെടുത്തുന്നില്ലെന്ന് റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-18 മുതൽ നമ്മൾ 22 വരെ വായിക്കുമ്പോൾ ദൈവം അതിനുവേണ്ടി പീഡനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമെന്നാ പറയുന്നത്. മ്ലേച്ഛതകൾക്ക് വേണ്ടി ദൈവം വിട്ടുകൊടുക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി 4:7 പറയുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീ പോയി നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിക്കൽ പമ്മി നിൽക്കുന്നു എന്ന് നീ അറിഞ്ഞുകൊള്ളുക. നല്ലത് ഉചിതമായത് ചെയ്യുന്നില്ലെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, നീ ഉചിതമായി പ്രവർത്തിക്കാൻ നീ സ്വീകാര്യനാകത്തില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിക്കൽ പമ്മി നിൽപ്പുണ്ട്. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കുമ്പോഴാണ് പാപഭാരം. ആ പാപം നിന്നെ കീഴടക്കുമ്പോഴാണ് പാപത്തിന്റെ ഭാരം. ആ ഭാരം കൂടുമ്പോഴാണ് രോഗമായിട്ടും ആത്മഹത്യയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ജീവിക്കണമെന്നില്ല, മരിച്ചാ മതി. പാപഭാരം കൂടുമ്പോഴാ. അതുകൊണ്ടാണ് ആ പാപം നിന്നെ വേട്ടയാടുന്നത് കൊണ്ടാ. എന്നെ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രിയ ജനങ്ങൾ, ഒരു കാര്യമുള്ള പാപത്തിന്മേൽ പാപം വർദ്ധിപ്പിക്കാതെ കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിപ്പിക്കുവാൻ ദൈവം പാപം വർദ്ധിച്ചെടുത്ത്, രോഗം കൂടിയെടുത്ത്, കഷ്ടപ്പാടുകൾ കൂടിയെടുത്ത് ദൈവം കൃപയൊഴുക്കുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി. ആ കൃപയ്ക്ക് മേൽ കൃപ നാം ഓരോരുത്തരും സ്വീകരിച്ചാൽ നിശ്ചയമായിട്ടും ആ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്ന വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്കാണ് വരുന്നത്. പക്ഷെ പലപ്പോഴും കൃപ ലഭിക്കുന്നവരെല്ലാം ആ കൃപ ദുരുപയോഗങ്ങൾ നടത്തുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ നാശങ്ങളുടെ മേൽ നാശം അതാ കൂടിക്കൂടി വരിക. ഒന്ന് മാറും മുമ്പ് വേറെ ഒന്ന് വന്നു കഴിയുന്നു. അതുകൊണ്ട് യെശയ്യാ 1-4 മുതലുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കി വിളിച്ചു പറയുന്നത്, പാപത്തിന്മേൽ പാപം വർദ്ധിപ്പിക്കാതെ കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിച്ചാല് നിശ്ചയമായിട്ടും രക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാകില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിക്കൽ നിൽപ്പുണ്ട്. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ, കീഴടക്കുന്ന എന്താ? പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക, വീണ്ടും പാപത്തിൽ ചെന്ന് ചാടാതിരിക്കുക. അപ്പൊ നമ്മളെ ഭാരമായിട്ട് വരത്തില്ല. അതുകൊണ്ട് യെശയ്യാ വിളിച്ചു പറഞ്ഞത് 1-4 മുതൽ അങ്ങോട്ട് പറയുമ്പോൾ, അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ദുർനടപ്പുകാരെ, വഷളായി നടക്കുന്നവർ ദൈവം ആരെന്ന് അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് നിശ്ചയമായിട്ടും പറയാം, പാപഭാരമായിട്ടാണ് ഇന്ന് ജനം മുഴുവനും എവിടെയെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്നു, എവിടെയെല്ലാം കാഴ്ച നേർച്ചകൾ ചെയ്യുന്നു, അതെല്ലാം പാപഭാരത്തിന്റെ ഫലമാണ്. മർത്തം പാപഭാരമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ആ പാപത്തെ ഇറക്കി വെച്ച്, അത് പറഞ്ഞില്ലേ, അതെ, പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയണം. പക്ഷെ ആരും നീക്കിക്കളയാൻ തയ്യാറല്ല. എടാ, നീ കുടിക്കരുതെന്ന് പറഞ്ഞാൽ കുടി നിർത്താൻ തയ്യാറല്ല. നീ ഇനി ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല. നീ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവന് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു ഭാരമായിട്ട് വരും. പിന്നെ ആരെ കൊണ്ടും രക്ഷയില്ലാതെ വരും. അതുകൊണ്ട് ദൈവസന്നിധിയെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് യെശയ്യാ 53:4 മുതൽ 5 വരെ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്ത്, നിന്റെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്ത്, നിന്റെ വേദനകളാണ് അവൻ ഏറ്റെടുത്തത്. അത് നിന്റെ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും, നിന്റെ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവൻ മുറിവേൽക്കപ്പെട്ടു. അവന്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ രക്ഷ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതാ യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവിത യാത്ര മുന്നോട്ട് തുടങ്ങാൻ.
അപ്പൊ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. യേശുവിന്റെ കുരിശിലേക്ക്, ആ കുരിശിന്റെ ചുവട്ടിലേക്ക് ഇറക്കി വെക്കാം. അവൻ ആ ചുമന്ന കുരിശ് പാപത്തിന്റെ ആയിരുന്നു, ശാപത്തിന്റെ ആയിരുന്നു, ദുഃഖത്തിന്റെ ആയിരുന്നു, വേദനയുടെ ആയിരുന്നു, രോഗത്തിന്റെ ആയിരുന്നു. അവനെ മർദ്ദിച്ചപ്പോഴും, അവനെ താടി രോമങ്ങൾ പരിച്ചെടുത്തപ്പോഴും, കുന്തം കൊണ്ട് കുത്തിയപ്പോഴും അവൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. അവൻ മൗനം പാലിച്ചു. അത്രമാത്രം സഹിച്ചുകൊണ്ട്, അത്രമാത്രം വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ യേശുവിനെ മുമ്പിൽ കണ്ട് നമുക്ക് ജീവിച്ചുകൂടെ? യേശുവിനെ മുമ്പിൽ കണ്ട് ജീവിക്കണം. നമ്മുടെ തകർച്ചകളല്ല നമ്മൾ കാണേണ്ടത്, നമ്മുടെ രോഗങ്ങളല്ല മുമ്പിൽ കാണേണ്ടത്. അത് നമ്മൾ മുമ്പിൽ കാണുമ്പോൾ നമുക്ക് മുന്നോട്ടൊരു ജീവിതമില്ല. കാര്യം നീ ഭാരത്തിന്മേൽ ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കാതെ യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞതെല്ലാം പിന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ നീ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവം തമ്പുരാന്റെ അനുഗ്രഹം നദി പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ദൈവം തരുന്ന ഈ സന്ദേശം ഒരു കാലത്തും നമ്മൾ ഉപേക്ഷിക്കരുത് പ്രിയമുള്ളവരെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഏത് വ്യക്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു, ആരാധനയിൽ പോയാലും, വിശുദ്ധ കുർബാനയിൽ പോയാലും, വചന സന്ദേശം കേൾക്കാൻ പോയാലും, ഏകദിനത്തിന് പോയാലും, നൊവേനകൾക്ക് പോയാലും, തിരുനാളുകൾക്ക് പോയാലും അവൻ പാപഭാരം ചുമന്നുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ അതൊന്ന് ഇറക്കി വെക്കാൻ ഇടമുണ്ടായിട്ടും, ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങാനായിട്ട് ഇടമുണ്ടായിട്ടും, പാപഭാരം ഇറക്കി വെക്കാനായിട്ട് ഒരു ധ്യാനം കൂടാൻ പറഞ്ഞാല് ആ സമയത്തും ഇങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടും നമുക്ക് പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നീ അറിയുന്നില്ലേ? അത് നിങ്ങളെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞോളുവിൻ. അതുകൊണ്ട് നമ്മളെ ദൈവ തമ്പുരാന്റെ ഇഷ്ടം ജീവിച്ച് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് നമ്മുടെ വരും തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ, ഞാനും എന്റെ മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ ആ ദൈവകൃപ നമ്മൾ നശിപ്പിക്കരുത്. ദൈവകൃപ നമ്മളെ നശിപ്പിച്ചു കളയരുത്. കാര്യം പാപം വർദ്ധിച്ചിട്ട് കൃപ അതിലേറെ തരുന്നത് എന്തിനാ? പാപത്തിൽ നിങ്ങൾ നശിക്കാനല്ല. പാപങ്ങൾ ഏറ്റെടുത്തവൻ തന്റെ ദാനമായിട്ട് നൽകുന്ന കൃപ അത് രക്ഷപ്പെടാനായിട്ടാണ്. ആ ദൈവത്തിന്റെ ദാനമാണ്, ആരും നേടിയെടുക്കുന്നതല്ല. അതുകൊണ്ട് കൃപയ്ക്ക് മേൽ കൃപ നമ്മൾ വരുത്തുന്നെങ്കിൽ ഏറ്റവും നല്ലതാ. ഞാനിപ്പോൾ എന്തായിരിക്കുന്നുവോ, 1 കൊരിന്ത്യർ 15:10 പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് എന്റെ മിടുക്കൊണ്ടോ എന്റെ കഴിവുകൊണ്ടല്ല, ദൈവം എന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന കൃപ. ഞാൻ മറ്റെല്ലാവരെക്കാൾ കൂടുതലായി അധ്വാനിച്ചു. അത് ഞാനല്ല അധ്വാനിച്ചത്. ഇന്ന് പറയുന്നത് ഞാനല്ല. എത്ര വേദന വന്നാലും രോഗം വന്നാലും എനിക്ക് എഴുന്നേക്കാൻ വന്ന് പറ്റാത്ത അവസ്ഥയിൽ പോലും ഞാൻ വചനപ്രഘോഷണം നടത്തുന്നെങ്കിൽ അത് ഞാനല്ല, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന കൃപയാണ്. കൃപ, ആ കൃപ ഞാൻ നഷ്ടമാക്കിയിട്ടില്ല, ആ കൃപ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15:10 പറയുന്നത് പോലെ പ്രിയമുള്ളവരെ, ആ കൃപ ഞാൻ മറ്റെല്ലാവരെക്കാൾ കൂടുതൽ അധ്വാനിക്കാനായിട്ടാണ്. അധ്വാനിക്കുന്ന കൊണ്ടാണ് ഈ ജോർജ് ബ്രദറെ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നത്. അല്ലെ, ജോർജ് ബ്രദറിന്റെ കഴിവല്ല, ദൈവം എന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന കൃപയൊന്നു മാത്രമാണ്. ആ കൃപ നിങ്ങളിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് അവിടെ വിടുതൽ കിട്ടുന്നത്, അവിടെ സൗഖ്യം കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്കുമായി കഴിഞ്ഞാൽ എത്ര ആത്മാക്കളെ നേടാൻ സാധിക്കും, എത്ര കുടുംബത്തിലെ സമാധാനവും സന്തോഷവും വന്നു കയറും. എത്ര വചനം കേട്ടാലും നമ്മളെ പാപത്തെ വിടാനോ എന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം നീ നന്നാകെ, അല്ലെങ്കിൽ അവൻ നന്നാകട്ടെ, എന്നിട്ട് മതി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപ ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുക. അവനെ ഇവനെ നോക്കാതെ നിന്റെ മേൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന കൃപ നഷ്ടപ്പെടുത്താതെ പരിപൂർണമായിട്ട് കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിപ്പിക്കാനായിട്ട് ഞാനും നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. കാരണം ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു തരുന്നതാണ്, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവം തന്നേക്കുന്ന കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, കൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്റെ കൂടെ. അപ്പം കൃപ നമ്മളിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ആ കൃപയാൽ നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ വരുമ്പോൾ അതാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അനുഗ്രഹം നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. നിന്റെ സന്തോഷം അതിര് കവിഞ്ഞൊഴുകും. അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത സ്നേഹം നിന്നെ ദൈവം അത്രമാത്രം സ്നേഹിക്കും. അതുകൊണ്ട് നിനക്കൊന്നിനും കുറവ് വരുത്തില്ല. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ,
നിങ്ങളെ ഭാരപ്പെടാതിരിക്കണമെങ്കിൽ, നിങ്ങൾ വേദനിക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദൈവം തന്നേക്കുന്ന കൃപ അത് ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്താതെ ദൈവത്തിന്റെ ആ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും, നമ്മുടെ ബിസിനസ്സിന് ഉയർച്ച വരും, നമ്മുടെ മക്കള് പഠനത്തില് ഒത്തിരി ഉയർച്ച വരും. കൃപയ്ക്ക് മേൽ കൃപ വരുമ്പോൾ പഠനത്തിന് കൃപ. കാര്യം ദൈവം നിന്നോടുകൂടെ. നമുക്കറിയാം ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. അപ്പം ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, അപ്പം ഫുൾ ഓഫ് ഗ്രേസ് ദൈവ കൃപയാൽ നിറയുമ്പോൾ അതാ കൃപയ്ക്ക് മേൽ കൃപ. അപ്പൊ ഫുൾ ഓഫ് ഗ്രേസ് നമ്മൾ ആയി കഴിയുമ്പോൾ God is with you. ദൈവം നിന്റെ കൂടെയുണ്ട്. Wherever you go, I am with you. നീ എവിടെ പോയാലും നിന്റെ കൂടെയുണ്ട്. കൈബിത്തും ജാവുമായി തുമര സാത്തേ. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടണ്ട. എന്തുകൊണ്ടാണ്? ദൈവം തന്നേക്കുന്ന കൃപയാണ്. അല്ല നിന്റെ വിശുദ്ധീകരണോ നിന്റെ അധ്വാനോ അല്ല, നിന്റെ ഇതൊന്നും അല്ല. ദൈവം എന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന കൃപയൊന്ന് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവമേ, ഞാൻ അയോഗ്യനാണ്, ബലഹീനനാണ്, പാപഭാരം കൊണ്ടാണ്, ദുഃഖഭാരം കൊണ്ടാണ്, വേദന നിറഞ്ഞ ജീവിതമാണ്, രോഗങ്ങളാല് വലയുകയാണ്, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല, കുഞ്ഞുങ്ങളെ പ്രതി വേദനിക്കുന്നു, അഡ്മിഷന് വേണ്ടി എല്ലാ വിധത്തിലും നീ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പാപഭാരമാണ്. അത് ദൈവസന്നിധിയിൽ ഒന്ന് ഇറക്കി വെക്കണം. പ്രാർത്ഥിക്കുമ്പോഴും വചനം പറയുമ്പോഴും ഒക്കെ അത് കേട്ടനുസരിച്ച് ജീവിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ നിന്റെ പാപഭാരം ഇറക്കി വെക്കുകയാണ്. അതുകൊണ്ടാണ് യേശുവാണ് നിന്റെ പാപം. യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം തുടങ്ങണം. ജീവിത യാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. അതാ പാട്ടുകാരൻ പോലും ചോദിക്കുക, ജീവിത യാത്രക്കാരാ നിന്റെ കാലടികൾ എങ്ങോട്ടാണ്? നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ആരെയും ഭയമില്ല, ആരെയും ശ്വാസം നിനക്ക് കേൾക്കണ്ട, ആരെയും നീ അനുസരിക്കുന്നില്ല. നിന്റെ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവമായ കർത്താവിനെയാണ് നീ ധിക്കരിക്കുന്നത്. നിന്റെ ജീവിത യാത്ര നാശത്തിലേക്കാണ് മകനെ, നാശത്തിലേക്കാണ് മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പിന്നിൽ കൂടി ഒരു കാതുകളിൽ ഒരു സ്വരം കേൾക്കും. ജീവിത യാത്രക്കാരാ, നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നിന്റെ ജീവിത യാത്ര എങ്ങോട്ടുള്ളതാണ്? നാശത്തിലേക്കുള്ളതാണോ അതോ ജീവന്റെ മാർഗമാണോ? നിങ്ങളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാമെങ്കിൽ നാശത്തിന്റെ പാതയാണെങ്കിൽ നിനക്ക് തിരിച്ചു വരാൻ ദൈവം ഒരവസരം തരികയാണ്. ദൈവത്തിന്റെ കൃപ നിന്റെ മേലേക്ക് ഒഴുകും. നീ അത് കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ബലഹീനതയില്, നിന്റെ കഷ്ടങ്ങളില്, നിന്റെ വേദനയില്, നിന്റെ രോഗത്തില്, നിന്റെ തകർച്ചയില് കൂടെയുണ്ട്. യേശു കൂടെയുണ്ട്. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. യെശയ്യാ 41:10 പറയുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവാണ് പറയുന്നത്. ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇത്രമാത്രമൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം മേടിച്ച നമ്മൾ ഇന്നും പാപത്തെ വെറുക്കാൻ നമ്മൾ തയ്യാറല്ല. ആ പാപത്തിന്റെ സുഖം നമ്മൾ തേടിയത് കൊണ്ട് അതിനെ നമ്മൾ താലോലിച്ചുകൊണ്ട് പോകുക. അപ്പൊ ആ പാപത്തിന്മേൽ ഭാരം കൂടുകയാ. നമ്മൾ അറിയുന്നില്ല. ആ സുഖം തേടി പോകുമ്പോൾ പാപത്തിന്മേൽ പാപമാണ് വർദ്ധിക്കുന്നതെങ്കിൽ ഭാരം കൂടുന്നത് നമ്മൾ അറിയത്തില്ല. എപ്പോഴാ അറിയുന്നത്? നമുക്ക് ആ ഭാരത്തിന്റെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ദുർബല നിമിഷം ആ പാപഭാരം നമ്മളെ വീഴ്ത്തിക്കളയും. ഭാരം കൂടുമ്പോൾ നമുക്ക് വീഴ്ചകളാ വരുന്നത്. അതുകൊണ്ട് ദൈവസന്നിധി പരിപൂർണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ ഓരോ വ്യക്തിക്കും, എത്ര പാപിയായിരുന്നാലും കർത്താവ് പറഞ്ഞ എനിക്ക് വേണം നിന്നെ. നീ രോഗിയായിരുന്നാലും എനിക്ക് വേണം നിന്നെ. നീ ആരായിരുന്നാലും എനിക്ക് വേണം നിന്നെ. കാരണം ഞാൻ നിന്നെ ശോധന ചെയ്തു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ തീച്ചുളയിൽ. അതെ, എനിക്ക് വേണം നിന്നെ. ഞാനാണ് ഇത് ചെയ്യുന്നത്. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കത്തില്ല. നീ ദൈവത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ പാപം നിന്നെ മായ്ച്ചു കളയും. ഇല്ലെങ്കിൽ പാപം നിന്നെ വേട്ടയാടും. ആ വേട്ടയാടുന്നത് ഏതെല്ലാം ബിസിനസ്സിലെ, കൃഷി സ്ഥലങ്ങളിലെ, മക്കളിലെ ഒക്കെ അത് ബാധിക്കും. അത് രോഗമായി, ദുഃഖമായി, ദുരിതമായി, അവഹേളനമായി, പരിഹാസമായി. ചിലപ്പോൾ മക്കളെ കൊണ്ട് പരിഹാസമായിരിക്കും. മക്കൾ കാരണം വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, മക്കൾ കാരണം ചിലപ്പോൾ ജീവൻ ഒടുക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ അത് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട്
പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ഒരു പാപഭാരമായിട്ടാണ് വരുന്നത്. ഏത് വേദനയുടെയും ഏത് ദുഃഖത്തിന്റെയും പിന്നിൽ ഒരു പാപമുണ്ട്. അത് നിന്നെ വേട്ടയാടുന്നതാണ്. അല്ല, ദൈവം മനുഷ്യനെ ഒരിക്കലും ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഈ അടുത്തല്ല വിലാപത്തിന്റെ പുസ്തകത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തില് അത് വ്യക്തമായിട്ട് പറയണ്ട്. 33-ാമത്തെ വചനം പറയണ്ട്. ദൈവം മനുഷ്യനെ ഒരു കാരണവശാലും മനഃപൂർവ്വം അവനെ വേദനിപ്പിക്കുന്നില്ലെന്ന്. ഞാനത് എപ്പോഴും ഓർത്തു പോവുകയാണ്. ദൈവം മനുഷ്യനെ ഒരിക്കലും ചെയ്യുന്നില്ല. പിന്നെ ഈ നമ്മുടെ പീഡനങ്ങളും ക്ലേശങ്ങളും ദുഃഖങ്ങളും എവിടുന്ന് വരുന്നു? അതെ, ഞാൻ ചെയ്തു കൂട്ടിയ പാപമാണ്, അതിന്റെ ഭാരമാണ്. അതെന്നെ വേട്ടയാടുമ്പോഴാണ് എനിക്ക് നാശങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്നത്. അതുകൊണ്ടാണ് എബ്രായർ 12 നമ്മൾ വായിച്ചില്ലേ, നമ്മൾക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ നമ്മെ വിഷമിപ്പിക്കുന്ന വിഷമം. എന്ത് വിഷമാണ് നിനക്ക്? വിഷമം, ഭാരം, പാവം. വിഷമം വരുമ്പോ ഭാരം വരും, ഭാരം വരുമ്പം പാപം ചെയ്യും. ഈ പാപഭാരം നമുക്ക് നീക്കിക്കളയാം. പക്ഷെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയില് എന്റെ പാപഭാരം നീക്കിക്കളയാൻ ഞാൻ തുനിയുന്നുണ്ടോ? ഇല്ല. നമുക്കവിടെ കാര്യം സാധിച്ചു കിട്ടണം. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറല്ല, ദൈവസന്നിധിയിൽ ആയിരിക്കാനും തയ്യാറല്ല. പക്ഷെ പാപഭാരമായിട്ട് വരുമ്പോ എന്റെ കാര്യം സാധിച്ച് മാത്രം കിട്ടിയാൽ മതി. എന്നിട്ട് ഞാൻ കാര്യം സാധിച്ചുകൊണ്ട് ഒറ്റ പോക്കാം. പക്ഷെ ആ പാപം നിന്നെ വേട്ടയാടും. പിന്നെയും നീ മേടിച്ചതും നീ ഉണ്ടാക്കിയതും നീ സമ്പാദിച്ചതും എല്ലാം കൂടെ ഒറ്റ അടിക്ക് ടക്കെന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴും നമ്മൾ ഏത് ഭാരമായിട്ട് വന്നോട്ടെ, ഏത് പാപമായിട്ട്, ഏത് ദുഃഖമായിട്ട്, ഏത് രോഗമായിട്ട് വന്നോട്ടെ, തമ്പുരാൻ രക്ഷിക്കുന്ന ദൈവമാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്, കരുണാസമ്പന്നനാണ്, പാവങ്ങൾക്ക് തക്ക ശിക്ഷ നൽകാത്തവൻ, പാവങ്ങൾ ഓർക്കത്ത് പോലും ഇല്ലെന്നവർ, പാവങ്ങളുടെ കണക്ക് വെക്കത്തില്ലെന്നവർ. കടന്റെ ആഴത്തിലേക്ക് വലിച്ചെറിയുമെന്ന് വരെ വചനം പറയുന്നുണ്ട്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാന്ന് പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യ മക്കൾക്ക് ഇതൊന്നും വേണ്ട. അവർക്ക് കാര്യം സാധിക്കുക, അന്നുള്ള കാര്യം സാധിക്കുക, സുഖിച്ച് ജീവിക്കണം. പാവമായാലും കൊള്ളാം, രോഗമായാലും കൊള്ളാം, ഏതായാലും കൊള്ളാം, എനിക്ക് സുഖിച്ച് ജീവിക്കണം. പക്ഷെ ഇതിനെല്ലാം ന്യായവിധിക്ക് കൊണ്ടുവരുമെന്ന് സഭാപ്രസംഗി പറയുന്നുണ്ട്. 11-ാം അധ്യായം 9-ഉം 10-ഉം വചനത്തിൽ അത് പറയുന്നുണ്ട്. നിന്റെ ഹൃദയാഭിലാഷങ്ങളൊക്കെ ജീവിച്ചോ, പക്ഷെ ഇതെല്ലാം ഞാൻ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. നിന്റെ കണ്ണുകണ്ട ഇഷ്ടത്തിനും ഹൃദയത്തിന്റെ അഭിലാഷത്തിനും ഒത്ത് ജീവിച്ചോ. യുവാവേ, യുവത്വത്തിൽ കർത്താവിനെ നീ സ്തുതിക്കാനാ പറയുന്നത്. നിന്റെ കണ്ണുകണ്ട ദുരാശകളെയും ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക. നീ ജീവിച്ചോ, പക്ഷെ ഇവയ്ക്കെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ അതൊക്കെ ഓർത്തു പോവുകയാണ്. നമ്മുടെയൊക്കെ വിചാരം ഇതിനൊന്നും കണക്ക് കേൾക്കും. പക്ഷെ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ ദൈവം ഒരു അവസരം കൊടുക്കുക. അതാണ് കൃപ തരുന്നത്. ആ കൃപ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ദൈവത്തിന്റെ ഇതം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അനുഗ്രഹം നിശ്ചയമായിട്ടും. 11-ാം തീയതി, അടുത്ത മാസം 11-ാം തീയതി നമ്മുടെ താമസമുള്ള ധ്യാനമാണ്. ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഒരാളെങ്കിലും ഈ ധ്യാനത്തിൽ പങ്കുചേരുന്ന ഒരാളെങ്കിലും കുറഞ്ഞൊന്ന് വിടാൻ പരിശ്രമിക്കാൻ. നിന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുമെന്ന് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 19-20 വചനം പറയുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും നിന്റെ നിരവധിയായ പാപങ്ങൾ ദൈവം തുടച്ചു മാറ്റും. എന്നാൽ പോലും ഒരാളെ നമ്മൾ കൊണ്ടുവരത്തില്ല. അതിന് നമുക്ക് കഷ്ടപ്പെടാൻ പറ്റത്തില്ല. നീ വേദനിച്ചാലും നീ കഷ്ടപ്പെട്ടാലും ദുരിതം അനുഭവിച്ചാലും വേറൊരാളെ രക്ഷപ്പെടാനും പാടില്ല. അങ്ങനെങ്കിലും ഒന്ന് സഹായം ചെയ്താൽ അങ്ങനെങ്കിലും ദൈവം നമ്മുടെ പാപഭാരം മാറ്റി തരും. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലേക്ക് ഒഴുകട്ടെ എന്ന് ഞാൻ യാചിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ നിശ്ചയമായിട്ട് ഒഴുകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ശാന്തോമനുഷ്യെ കൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ ഒഴുകുകയാണ്. ഈ വചനം ദൈവത്തിന്റെ കൃപ ഒഴുകുന്നതാണ്. തീർച്ചയായിട്ടും ജീവന്റെ അരുവി നിങ്ങളിലേക്ക് ഒഴുകും. വിശുദ്ധ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകുമെന്നാ പറഞ്ഞത്. ഈ വന്ന അരമണിക്കൂർ ജീവജലത്തിന്റെ അരുവിയുടെ ഒഴുക്കായിരുന്നു. ജീവജലം എന്ന് പറയാൻ വചനം ജീവനാണ്. ആ ജീവജലത്തിന്റെ അരുവി എന്റെ ഹൃദയത്തിൽ നിന്ന് അതിർത്തി കൂടി ഒഴുകുകയായിരുന്നു നിങ്ങളിലേക്ക്. നിങ്ങളുടെ ആ പാപഭാരം മാറ്റിക്കളയുവാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് മേൽ കൃപ. ഇനിയുള്ള കാലങ്ങളില് ഞായറാഴ്ച നമുക്കുണ്ട്, തിങ്കളാഴ്ച നമ്മുടെ ധ്യാനമുണ്ട്. അതുകൊണ്ട് കൃപയ്ക്ക് മേൽ കൃപ. നമ്മൾ ഓരോ ധ്യാനത്തിന് വരുമ്പോഴും ഓരോ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോഴും നമ്മൾ നമ്മുടെ സുഖം തേടി പോകരുത്.
ഓണാക്കി വെച്ചിട്ട് നമ്മുടേതായ ഇഷ്ടത്തിന് പോകരുത്. ആ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും വചനങ്ങളാ പറയുന്നത്. പക്ഷെ പലപ്പോഴും അത് ഓണാക്കി ചിലവർ കിടന്ന് ഉറങ്ങും, ചിലര് അടുക്കളയിൽ പോയി ജോലി ചെയ്യും. കാര്യം നോക്കുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്റെ പേരത് സൂമി കയറിയ ബ്രദർ പറയിച്ചിരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ആരും കയറണമെന്നില്ല. ഈ കൃപ നിങ്ങൾക്ക്, കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാനായിട്ടുള്ള മനോഭാവം, ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കയറിയാൽ ആ കൃപയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിശ്ചയമായിട്ടും ഒരു 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 ധ്യാനം, ഒരു സൂമില് ഒരു മീറ്റിംഗ് നടത്തിയില്ല, ഞങ്ങൾ അനുഭവിക്കുന്ന, ഞാനും പോൾ ബ്രദറും ഒക്കെ അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞു കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കുന്നതല്ല. ഞങ്ങൾക്ക് ശുശ്രൂഷകള് വേറെ നടക്കുമ്പോൾ എന്റെ ദൈവമേ ഇന്ന് സൂമിൽ കയറിയില്ലല്ലോ, ഇന്നും ഞാൻ റാന്നിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഞാൻ എന്റെ ഭവനത്തിലോ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിന്റെ ഇരുന്നുകൊണ്ടല്ല. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഏത് കാലാവസ്ഥയാണെങ്കിലും, ഏത് വേദനിക്കുന്ന അവസ്ഥയാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും, എന്തിനാ നമ്മുടെ ഈ വചനം കേൾക്കാൻ കടന്നു വരുന്നവർക്ക് ഞാൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ ടീം കാരണം ആരും മുടങ്ങരുത്. പോൾ ബ്രദറൊക്കെ ഞാൻ പറയായിരുന്നു, അവരെല്ലാം ആന്റണി ബ്രദറാന്നേലും എല്ലാവരും ദൈവസന്നിധിയില് ഒരുപാട് ഭാരത്താലും കഷ്ടപ്പാടിലും മനുഷ്യമക്കളുടെ സന്തോഷത്തിനും സ്നേഹത്തിനും ദൈവത്തോടുള്ള ആ അടുപ്പത്തിനും വേണ്ടി ഞങ്ങൾ നിങ്ങളെ എപ്പോഴും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തമ്പുരാന്റെ കരങ്ങളെല്ലാം വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ കേട്ട വചനം, ഈ ഇപ്പം അരമണിക്കൂർ കേട്ട വചനം മതി. നിങ്ങളെ നഷ്ടപ്പെടുത്താതെ, ആ സമയം, ദൈവത്തിന്റെ സമയം നഷ്ടപ്പെടുത്താതെ തക്ക സമയത്ത് കയറി അവസാനിക്കുന്നിടം വരെ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം വരെ മുറുകെ പിടിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമുക്ക് അറിയാം, വെള്ളിയാഴ്ച ദിവസം 9:30 വരെ ഉള്ളൂ, ഞായറാഴ്ച ദിവസം 5 മണി തൊട്ട് 8:30 വരെ ഉള്ളൂ, തിങ്കളാഴ്ച മാത്രമാണ് ഒരുപാട് വചന പ്രഘോഷണം നടക്കുന്നത്. ബാക്കിയെല്ലാം പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവസന്നിധിയില് നമുക്ക് വചനം പങ്കുവെക്കുന്നവരെയും ശാന്തോമനേശ്വരിലെ കുടുംബാംഗങ്ങളെയും ശാന്തോമനേശ്വരിലെ വചന പ്രഘോഷകരായ വൈദികരെയും സന്യസ്തരെയും സിസ്റ്റേഴ്സിനെ എല്ലാം സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഇത് നയിക്കുവാനായിട്ട് ദൈവം എന്നെ ഇത്രമാത്രം ശക്തിപ്പെടുത്തിയതിന് ദൈവത്തിന് കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. ഓരോ ദിവസങ്ങളും പുതിയ വചനങ്ങളാണ്. ഞങ്ങളുടെ ഇടവക വികാരക്ഷം പറയായിരുന്നു, 2024 വർഷം കഴിഞ്ഞു, ഇപ്പോഴും വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് ഒരു ടീച്ചർ പറഞ്ഞപ്പോൾ പറയുക, നിങ്ങൾ വായിച്ചോണ്ട് പോയാൽ മതി. അപ്പം പറയുക, വായിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, സംശയം വന്നോ, എന്നാൽ വായന നല്ലതായി. കാര്യം വായിക്കുമ്പോൾ സംശയം വരണം, എന്നാലേ അത് വിപുലീകരിച്ച് ദൈവം തമ്പുരാൻ അതിനെ, ആ വചനത്തെ കൊണ്ടുപോകത്തുള്ളൂ. സംശയമൊന്നും ഇല്ലെങ്കിൽ ആ വചനം പോലെ അങ്ങ് വായിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. വചനം വായിക്കുമ്പോൾ ഉള്ളിലെ ഒരു അറിവ് കിട്ടുന്നില്ലല്ലോ, ഒരു സംശയം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവം അത് വിവരിക്കും. നമ്മുടെ തലകളെ വണക്കം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനും നിത്യനും ഞങ്ങൾ അത്യന്തം സ്നേഹിക്കുന്ന സ്വർഗ്ഗ പിതാവായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഈ സന്ധ്യയുടെ ഈ യാമങ്ങളിലെ ഞങ്ങളുടെ പ്രിയ മക്കള് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ കുടുംബാംഗങ്ങളെയും, ജീവിത പ്രശ്നങ്ങളെയും ഈ കേട്ട വചനത്തിന്റെ യോഗ്യതയാല് ഇവര് സൗഖ്യം പ്രാപിക്കട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് രാത്രി സുഖമായ നിദ്ര കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവരുടെ നിദ്രയെ അലട്ടുന്നുണ്ടെങ്കിൽ അന്ധകാര ശക്തിയുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ അന്ധമായ സ്നേഹം, ദൈവത്തിന്റെ നാമത്തിലെ എല്ലാ ദുഷ്ടപിശാചുകളുടെ മേലും അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇനി മേലില് ഈ ധ്യാനം കൂടുന്നവരെല്ലാം കർത്താവെ, ഈ കുടുംബാംഗങ്ങളിലും ഇവരുടെ കുഞ്ഞുങ്ങളിലും ഒന്നും അത് തൊടുവാൻ പോലും ഇടയാക്കാതെ പുത്രന് തീർച്ചയായിട്ടും സംരക്ഷണം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെയും ഇവരുടെ നിയോഗത്തെയും ഇവരുടെ കുടുംബത്തെയും ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും പുണ്യവാളന്മാരുടെ ഐക്യമുള്ള തിരുസഭയോട് ചേർന്ന് ഇന്ന് ലോകമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യ ബലിയോട് ചേർത്ത് ഇവരുടെ ജീവിത ബലിയെ സമർപ്പിച്ചുകൊണ്ട് മാലാഖമാരുടെ സംരക്ഷണം, വിശുദ്ധ മിക്കാൽ, ഗബ്രിയേൽ, റാഫേൽ ദൂതന്മാരുടെ സംരക്ഷണങ്ങള്, നവവൃന്ദ മാലാഖമാരുടെ സംരക്ഷണം, 12 സൈന്യം മാലാഖമാരുടെ സംരക്ഷണം,
സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിതത്തിൽ മേലും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി, നല്ല നിദ്ര തരട്ടെ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുക. ഞായറാഴ്ച 5 മണി തൊട്ട് 8:30 വരെ നമ്മുടെ ഇതുണ്ട്. മറ്റുള്ളവരെ കൂടെ അറിയിക്കുക. നമ്മുടെ കടമയാണ് മറ്റുള്ളവരെ കൂടെ വിളിച്ചറിയിക്കുക. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കാണ് ദുരിതം. അതുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളെല്ലാം വിട്ടുകൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദിയുടെ ഒരു ഗാനം ആലപിക്കുന്നു.